ഹലോ ഹായ്. സോ ഇന്നത്തെ വീഡിയോ എന്താണ്? അക്വേറിയം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ അക്വേറിയം ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അക്വേറിയം മേക്കിംഗ്. ഇതിപ്പോൾ ഉണ്ടാക്കിയാണല്ലേ? കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയതാണ്, ഇവിടെ കുക്ക് ഉണ്ടാക്കിയതാണ്. അവിടെയൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് അക്വേറിയം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ ഷോപ്പിലേക്കും കുറച്ച് ടാങ്ക് ഉണ്ടാക്കിയതാണ്. സോ ഹൗ വി മേക്ക് അക്വേറിയം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂഷ്വലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ താഴത്തെ ഗ്ലാസിൻ്റെ ആണ് സൈസ് കുറയ്ക്കുക, ബാക്കിയെല്ലാം ഔട്ടറിൽ വെക്കുകയാണ്. അല്ല, ഫസ്റ്റ് നീ എങ്ങനെ ഗ്ലാസ് കട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുക? ഗ്ലാസ് നമുക്ക് നമ്മളെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുക. എന്താണോ നമ്മളെ മെഷർമെൻറ്റ് ആ മെഷർമെൻറ്റ് എടുക്കുക. ഇപ്പോൾ ഞാനിത് എടുത്തത് 12/6 ആണ് ഇഞ്ച്. അപ്പോൾ ആ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഗ്ലാസ് സ്റ്റോറിൽ പോയിട്ട് അവർക്ക് മെഷർമെൻറ്റ് കൊടുത്ത് അവർ കട്ട് ചെയ്ത് അവർ ഗ്രൈൻഡ് ചെയ്തും തരും. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ താഴത്തെ ഗ്ലാസ്, അത് താഴെ വെക്കുന്ന ഗ്ലാസ്, അതിൻ്റെ സൈസ് മാത്രം കുറയ്ക്കുക. അത് കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എത്രയോ ഒരു ചെറിയൊരു ഈ ഗ്ലാസിൻ്റെ സൈസ് കുറയ്ക്കും. അത് അവരോട് പറഞ്ഞാൽ മതി, അക്വേറിയം ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് അവർ ഗ്ലാസിൻ്റെ സൈസ് കുറയ്ക്കും. അപ്പോൾ നമ്മൾ വന്ന് ഗ്ലാസിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി, നമ്മളെ മെഷർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് പറയാം അക്വേറിയം ഉണ്ടാക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ ആദ്യം ചോദിക്കും സൈഡിലത്തെ ഗ്ലാസ്സാണോ കുറയ്ക്കേണ്ടത് ചോദിക്കുമ്പോൾ അതല്ല, താഴെ വയ്ക്കുന്ന ഗ്ലാസിൻ്റെ സൈസ് കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് 4 സൈഡും കുറയ്ക്കും അവർ, 4 സൈഡിൻ്റെയും ഇത് കുറയ്ക്കും. ഈ ഗ്ലാസിൻ്റെ തിക്നെസ് അവർ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചാൽ മനസ്സിലാവും. കണ്ടോ, ഈ ഗ്ലാസ് ചെറുതായിരിക്കും, താഴെ വയ്ക്കുന്ന ഗ്ലാസ് ഇത്രയും ചെറുതായിരിക്കും. ഇവിടെ ഡിഫറൻസ് ഉണ്ട്. അത് അക്വേറിയം ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് കൊടുത്താൽ മതി, അക്വേറിയം ഉണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈസ് ചെറുതാക്കി തരും. താഴത്തെ ഗ്ലാസിൻ്റെ മാത്രം അല്ലെങ്കിൽ താഴത്തെ ഗ്ലാസ് കറക്റ്റ് സൈസ് ആണെങ്കിൽ ബാക്കിയുള്ള ഗ്ലാസിൻ്റെ സൈസ് എല്ലാം കുറയ്ക്കേണ്ടി വരും. അതിലും ബെറ്ററാണ് താഴത്തെ ഗ്ലാസിൻ്റെ സൈസ് കുറയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണവർക്ക് ഇത് ഒട്ടിച്ച, അതായത് പേപ്പർ ടേപ്പ്, അപ്പോൾ ഗ്ലൂ വന്നിട്ട് സൈഡിലൊന്നും ആവില്ല. ഇത് ഒട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ആ സൈഡിലത്തെ ഗ്ലൂ ഒന്നും ആവില്ല, എക്സ്ട്രാ ഗ്ലൂ ആവില്ല. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു ഇതാണ്, ഇതെന്താണിത്? ഈ പേപ്പർ ടേപ്പ് ജസ്റ്റ് കുറച്ച് ഗ്യാപ്പ് വിടാം, സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പേപ്പർ ടേപ്പ് ഒട്ടിച്ചാൽ മതി. ഫിനിഷിങ് നല്ല ഉണ്ടാവും അല്ലേ? അങ്ങനെ ചെയ്താണ് ഈ ടാങ്കുകളെല്ലാം അല്ലേ? അതെ. ഓക്കെ, സോ നമുക്ക് ഇനി എങ്ങനെ അത് ഒട്ടിക്കാൻ നോക്കാം അല്ലേ? ഒട്ടിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഗ്ലൂ ഏതൊക്കെയാണ്? ഗ്ലൂ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ ആണ്. ഫെവിക്കോളിൻ്റെ സിലിക്കോൺ ക്ലിയർ. ഇവിടെ ഇതിൽ ക്ലിയർ നോക്കിയിട്ട് മേടിക്കണം നിങ്ങൾ കേട്ടോ. ഇതിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ക്ലിയർ എന്നുള്ളത്, ഇതുപോലെ ക്ലിയർ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക. പിന്നെ ഗണ്ണ് വേണമല്ലോ ഇതിന്, ഗ്ലൂ ഗണ്ണ് എന്ന് പറഞ്ഞ സാധനം വേണം അടിയിൽ. ഈ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ അക്വേറിയം ഒട്ടിക്കുക. നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതും ക്ലിയർ ആണ്, ഇതും ക്ലിയർ ആണ്. അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും നല്ല ക്ലിയർ എന്നുള്ളത് മേടിക്കുക. ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെ ഒട്ടിക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ പേപ്പർ ഒട്ടിക്കുക അല്ലേ? എല്ലാ സൈഡിലും താഴത്തെ ഗ്ലാസ്സിൽ 4 സൈഡും ഒട്ടിക്കുക. ബാക്കി എല്ലാ ഗ്ലാസ്സിലും 3 സൈഡ്. താഴത്തെ സൈഡ് ഒട്ടണ സൈഡിലും ഇവിടെ മേലെ നമ്മൾ ഗ്ലൂ ആക്കില്ല, അത് കാരണം മേലത്തെ ഇതിൽ വേണ്ട. ബാക്കി 3 സൈഡിലും ടേപ്പ് ഒട്ടിക്കുക. എങ്ങനെ അക്വേറിയം ഒട്ടിക്കാൻ നോക്കാം അല്ലേ? ഇപ്പോൾ ഇത് താഴത്തെ ഗ്ലാസ്സാണ്. ഇതിൽ ഞാൻ ഗ്ലൂ ഒന്നും തേക്കുന്നില്ല, ജസ്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് വെക്കേണ്ടത് അവിടെ വെച്ചോ. ഒരു താഴെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർട്ടൺ ബോക്സോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് ഇത് സൈഡിലത്തെ ഗ്ലാസ് ആണിത്. സോ നമുക്ക് ഇപ്പോൾ ഗ്ലൂ തേക്കാം. ഇത് ഗ്ലൂ ഗണ്ണാണല്ലേ? ഗ്ലൂ ഗണ്ണ് നിങ്ങൾക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഗ്ലൂ. ഓക്കെ,
സൈഡിൽ മാത്രം തിൻ ലെയറായിട്ട് ഗ്ലൂ തേക്കുക. എല്ലാ സൈഡിലും തേക്കണേ ഇതന്നെ 3 സൈഡിൽ തേച്ചാൽ മതി. ഗ്ലൂ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് ഈ ഗ്ലാസ്സിന് സൈഡിൽ മേലെയല്ല, ഗ്ലാസിൻ്റെ സൈഡിൽ വയ്ക്കുക. ഇതൊന്ന് ജസ്റ്റ് ഹോൾഡിങ് ജസ്റ്റ് ഹോൾഡ് this glass we have to just hold. So other glass we have to. അടുത്ത സൈഡിലത്തെ ഗ്ലാസ്. Okay. അതേപോലെ 3 സൈഡിലും ഗ്ലൂ തേക്കുക. തിന്നായിട്ട് തേച്ചാൽ മതി, കൂടുതൽ തേക്കണ്ട. ശരിക്കേ കാൽ സൈഡ് ഇപ്പോൾ എല്ലാ സൈഡും തേച്ച് ഗ്ലാസ് 4ാമത്തെ ഗ്ലാസ്സാണ് വെക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് വെക്കുക. Edges and all you have to correct it. No, wait. This is out. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലാസിൻ്റെ എഡ്ജസ് എല്ലാം ടൈറ്റായിട്ട് ഗ്ലാസ് എല്ലാം വെക്കിയാലൊക്കെ. പിന്നെ വിരലുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കും അല്ലേ, പുറത്ത് നിൽക്കുന്നത് എക്സ്ട്രാ ഉള്ളത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലീക്കേജ് ഇഷ്യൂസ് വരില്ല. ഇത് ഒട്ടാൻ എത്ര ദിവസം എടുക്കും ഇപ്പോൾ? ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒട്ടും. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 days എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ലേ? പക്ഷെ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് ബെൻഡുണ്ട്. ഇത് 4 സൈഡും നല്ല കറക്റ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നാല് സൈഡ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഗ്ലാസ് നിന്നോളൂ. പിന്നെ ഒരു 2 days വിട്ടിട്ട് വെള്ളം 24 hours ഇട്ടാൽ മതി. ഒരു ദിവസം വിട്ടിട്ട് നെക്സ്റ്റ് ഡേ വെള്ളം വെച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഒട്ടിച്ചാണ് ഈ ടാങ്കുകളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഒട്ടിച്ചാണ്, ഇതെല്ലാം ഒട്ടിച്ചാണ്. അങ്ങനെ നമ്മളെ ഇതെല്ലാം അങ്ങനെ ഒട്ടിച്ചാണ്. അക്വേറിയത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മീൻ മേടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഏതൊക്കെ മീനാണ് കുക്ക് ചെയ്ത്? ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഗപ്പീസും ബീറ്റയും ഏഞ്ചലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വീട്ടിൽ ഹോം ബ്രീഡാണ്, ഇവിടെ തന്നെ ബ്രീഡായതാണ്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഇത് കോയി, പ്ലാറ്റിനം കോയി ഡംബോ. ഇത് പർപ്പിൾ ബറി ഡംബോ ഇയറാണ്. ഇത് പ്ലാറ്റിനം ഡംബോ OHM ആണ് ഇത് വരുന്നത്. ഇത് പ്ലാറ്റിനം സൂപ്പർ ഡംബോ. ഇത് ബ്ലൂ ഡയമണ്ട് ആണിത്. ഇത് തന്നെ വേറൊരു കോയിയാണ്, കോയി ടെക്സിഡോ എന്ന് പറയും. ഒരു 5-10 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേര് സാന്താക്ലോസ് എന്ന് പറയും. ഗ്രീനും ബ്ലൂവും റെഡും, എമറാൾഡ് ഗ്രീന്, ബ്ലാക്ക്,
ഗോൾഡ്, റെഡ്, അപ്പം കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ബീറ്റാസ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അവതാർ, OHM ഗാലക്സി, OHM ബ്ലൂ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഫിഷസ് ഇവിടെ. ഫിഷ് വേണ്ടവര് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അല്ലേ. യെല്ലോ, ഗ്ലോ കാൻഡി. So we can put this in the aquarium also, no? aquarium, like if you are taking beta only male fish, then you'll have to keep them separate. Only one fish. One fish. If not, Otherwise they will fight. Fight. That's why they're called fighter. So all exotic type beta fishes are available. This is glow candy. These are the glow candy. ഇത് നമ്മളെ വീട്ടിലായതല്ലേ. ഇത് നമ്മളെ വീട്ടിൽ ബ്രീഡായ അവതാറാണ്. പുറത്തെല്ലാം ഉണ്ട് മീനുകൾ കാണിച്ചു തരാം. ബബിളൊക്കെ വെച്ചിട്ട് ബ്രീഡാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട്, എക്സോട്ടിക് ടൈപ്സ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമ്മൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഫിഷസ് ഉണ്ട് ഇതിൽ. ഇതെല്ലാം ഫീമെയിൽ ബീറ്റാസ് ഉണ്ട്. ഷ്രിംബാണത്. ഇത് ഏഞ്ചൽ ഫിഷാണ്, നമ്മളിവിടെ ബ്രീഡ് ആയ ഏഞ്ചലാണ്. പിന്നെ എല്ലാ ലൈഫ് കൾച്ചേഴ്സും ഉണ്ട്. മൊയ്ന, വിനീഗറീൻസ്, എല്ലാം മൈക്രോവേവ് എല്ലാം ഉണ്ട്. പിന്നെ പുറത്തുള്ള ഫാം കണ്ടിട്ട് പുറത്ത് ഞങ്ങൾ ഇതെല്ലാം നമ്മൾ ബീറ്റെല്ലാം ബോട്ടിൽ ചെയ്ത് വെച്ചാട്ടോ. ഇതൊക്കെ ഇതിലൊരു കുട്ടി അവതാറുണ്ട്, അവതാർ ബീറ്റ ഉണ്ട് കേട്ടോ, കാണിച്ചത്. അവതാർ ബീറ്റയാണിത്. ജസ്റ്റ് ബോട്ടിൽ ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ ബ്രീഡ് ആയതാണ്. അവതാർ ബീറ്റയാണ്. കാൻഡി ഇതെല്ലാം ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ബോട്ടിൽ അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളെ ഗപ്പീൻ്റെ HCCP എന്നത്. പല ബീറ്റസും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ഫാമുണ്ട്. ഇതിൽ നമ്മൾ ഡ്രമ്മിലാണ് ചെയ്തത്. സൺലൈറ്റ്, ഇൻസെക്ട്സ്, if you cover this one it will be safe from all the other predators. Okay, so ഇതെല്ലാം ബീറ്റ നമ്മൾ ബ്രീഡ് ചെയ്താണ് ഇവിടെ. Crows and they'll come and take. They're betas actually. All colors are available. When you feed them, they come. You just keep like this, they'll come. See angel fishes and all, see they're coming. No, you can't use this for this kind of fishes for fish. that is No, different. that is doctor fish. They're emerald green, purple berry. Few varieties are even wholesale is available, so you can contact me. This is platinum koi dumbo. So all fish related videos you can contact me. My number will be I'll add in That fish description. Doctor fishes. ടാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം നിറച്ച് നോക്കാൻ ലീക്ക് ഉണ്ടോ എന്നുള്ളത്. ഇതുവരെയ്ക്കും കുഴപ്പമില്ല. ഇതുവരെ നിറച്ചിട്ടും ലീക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ സക്സസ് ആണ് ടാങ്ക് മേക്കിങ്ങിൻ്റെ സക്സസ്. അപ്പോൾ എല്ലാവരും നാളത്തേക്ക് കസ്റ്റമർ കൊണ്ടാന്ന് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ടാങ്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ടാങ്കിൻ്റെ സൈസൊക്കെ നിങ്ങളെ കസ്റ്റം സൈസ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ എത്രയാണ് നിങ്ങളെ ടേബിളോ നിങ്ങളെ അവൈലബിൾ സ്ഥലം ലൊക്കേഷൻ നോക്കിയിട്ട് ആ സൈസ് എടുത്തിട്ട് നിങ്ങൾ അക്വേറിയം ഗ്ലാസ് കട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി അല്ലേ. അവരതിനനുസരിച്ച് കട്ട് ചെയ്ത് തരും. നമ്മൾ ഒട്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒട്ടിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചത്. അത് പെർഫെക്റ്റ് ആവുന്നത് ഉണ്ടാവും. ഇത്ര വെള്ളം നശിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ കൊടുക്കുക. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ്,
ലൈക്ക് ഷെയർ കുക്കുസ് പെറ്റ്സ് അപ്പം പുതിയ വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ.